കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പദ്ധതി അമൃത ഭാരത് പദ്ധതി, അതിൽ നമ്മൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തികൾ നേരിൽ കണ്ട് വിലയിരുത്താൻ എത്തി അബ്ദുസമദ് സമദാനി MP. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനം നടക്കുന്ന സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് അബ്ദുസമദ് സമദാനി MP നേരിട്ടെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തിയത്. പാലക്കാട് ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശിവകുമാർ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതികൾ വിശദീകരിച്ചു നൽകി. നിലമ്പൂർ ഷൊർണൂർ റൂട്ടുകളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. വെയിറ്റിംഗ് റൂമുകൾ ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള സൗന്ദര്യവൽക്കരണം ഫെബ്രുവരി മധ്യത്തോടെ പൂർത്തിയാകുമെന്ന് അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന റെയിൽവേ ഓവർബ്രിഡ്ജ്, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ്, നല്ല വെയിറ്റിംഗ് റൂം, ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും പുറമെ അമൃത ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് സ്റ്റേഷൻ നവീകരണം, സ്റ്റേഷൻ കുറച്ചുകൂടി ആകർഷകമാക്കി ബ്യൂട്ടിഫിക്കേഷൻ, ഒന്ന് നല്ല രൂപത്തിൽ സൗന്ദര്യമായിട്ട് കാണാനുള്ള പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറാൻ പോകുന്നുവെന്നും സ്റ്റേഷനിലെ സൗകര്യങ്ങൾ കൂടുതൽ വികസ്വരമായി മാറുമെന്നും MP കൂട്ടിച്ചേർത്തു. അതോടനുബന്ധിച്ച് യാത്രക്കാർക്ക് കുറേ കൂടി സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അതാണല്ലോ ഏറ്റവും പ്രധാനം. എല്ലാം കൂടി അടങ്ങിയ ഒരു സമഗ്രമായ പദ്ധതിയാണ്. അത് ഫെബ്രുവരി മധ്യത്തോടെ പൂർത്തീകരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട എഞ്ചിനീയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. റെയിൽവേ അധികൃതർ അത് പൂർത്തിയാകട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഈ സ്റ്റേഷൻ ഇനിയും കുറേ നമുക്ക് വണ്ടി കൂടുതൽ വേണ്ടതുണ്ട്, സ്റ്റോപ്പ് വേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങാടിപ്പുറം സ്റ്റേഷൻ എല്ലാ നിലയിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന മലപ്പുറം ജില്ലയിൽ റെയിൽവേ സ്റ്റേഷനാണ്. അമൃത ഭാരത് പദ്ധതി ഇവിടെ വന്നത് തന്നെ ഈ സ്റ്റേഷൻ്റെ ഒരു പുരോഗതിയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. അത് പൂർത്തിയാകുന്നതോടുകൂടി ഒരുപാട് പുരോഗതി ഇവിടെ ഉണ്ടായിത്തീരും. സ്റ്റേഷൻ്റെ മുഖച്ഛായ തന്നെ മാറും. സ്റ്റേഷനിലെ സൗകര്യങ്ങൾ കൂടുതൽ വികസ്വരമായി തീരും. ജനങ്ങൾക്ക് കൂടുതൽ വരാനും യാത്രക്കാർക്ക് കൂടുതൽ വന്നു പോകാനും സ്റ്റേഷൻ ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുമെന്നാണ് നമ്മുടെ പ്രത്യാശ. അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ, റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശിവകുമാർ എന്നിവർ MP-യോടൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. 2 പതിറ്റാണ്ടിലധികമായി ജനമനസ്സുകളിൽ വിശ്വസ്ത പാരമ്പര്യത്തിന്റെ നാമമായ മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ. ഉദ്ഘാടനം ജനുവരി 4 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാജിക നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. ഉദ്ഘാടന ദിവസം പർച്ചേസുകൾക്ക് നേടാം സ്വർണ്ണവിലയിൽ നിന്നും ഗ്രാമിന് 50 രൂപ കിഴിവ്. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% കിഴിവ്. ഓരോ പവൻ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് 2% പണിക്കൂലി. ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം 32 ഇഞ്ച് LED TV. ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ, നറുക്കെടുപ്പിലൂടെ നേടാം 30,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ്, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.